ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തും അതിനു മുമ്പുമൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശം. നമുക്ക് പാകിസ്ഥാനെ വിടാം. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്നത്തെ സ്വതന്ത്ര രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയാണെങ്കിൽ അത് ജിയോ പൊളിറ്റിക്സിലും ആഗോളതലത്തിലും ഈ റീജിയണിലും ഇന്ത്യയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കും? എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുമോ അതോ ദോഷങ്ങൾ ഉണ്ടാകുമോ? സാങ്കല്പികമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. നമുക്ക് പരമാവധി ഡേറ്റകൾ വെച്ച് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും പല സാമ്രാജ്യങ്ങളുടെയും കാലത്ത് ഈ ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. പറയുകയാണെങ്കിൽ മൗര്യ സാമ്രാജ്യ കാലം തൊട്ട് ഇങ്ങോട്ടെന്ന് നമുക്ക് എടുക്കാം. അതിന് മുമ്പത്തെ കാര്യം നമുക്ക് വിടാം. മൗര്യ സാമ്രാജ്യ കാലം തൊട്ട് ഇങ്ങോട്ടെങ്കിലും പല സാമ്രാജ്യങ്ങളുടെയും കീഴിൽ ഐക്യ ഇന്ത്യയായിട്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് ഇന്ത്യ ആയിട്ടോ ഐക്യ ഭാരതമായിട്ടോ ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറിയ ബംഗ്ലാദേശ് 1971 യുദ്ധത്തോടു കൂടിയാണ് സ്വതന്ത്രമാവുകയും പിന്നീട് ബംഗ്ലാദേശ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. 1971 യുദ്ധത്തിൽ അന്ന് ഇന്ത്യയുടെ സഹായത്തോടെയാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. അക്കാലത്ത് തന്നെ ആ ഒരു പ്രദേശത്തെ ഈസ്റ്റ് പാകിസ്ഥാനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കണമെന്നൊക്കെ പലരും ആവശ്യപ്പെട്ടു. തീവ്രമായ ദേശീയവാദികൾ ആവശ്യപ്പെട്ടു. പക്ഷെ അതൊന്നും നടന്നില്ല. അതൊന്നും എളുപ്പവുമല്ല. ഇനി നമുക്ക് ആ സാങ്കല്പിക ചോദ്യത്തിലേക്ക് പോകാം. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്? അനൌദ്യോഗിക കണക്കനുസരിച്ച് ഒരു 145 കോടി ജനസംഖ്യ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് കണക്ക്. ബംഗ്ലാദേശിൽ ഏകദേശം 16.9 കോടി ജനസംഖ്യ ഉണ്ടാകും. നമുക്ക് എളുപ്പത്തിന് 17 കോടി ജനസംഖ്യ എന്ന് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ ഈ 17 കോടി ജനങ്ങൾ കൂടി വിശാലമായ ഇന്ത്യയുടെ ഭാഗമാകും. അങ്ങനെ ഇന്ത്യയുടെ ജനസംഖ്യ 162 കോടിയായിട്ട് മാറും. ഇപ്പൊ തന്നെ നമ്മൾ ഒന്നാമതാണ് ജനസംഖ്യയുടെ കാര്യത്തില്. ബംഗ്ലാദേശ് കൂടി ഇന്ത്യയുടെ ഭാഗമാവുന്നതോടെ നമ്മൾ ജനസംഖ്യയുടെ കാര്യത്തില് വൻ ശക്തിയായിട്ട് മാറുമെന്ന് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ രാജ്യവും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും വലിയ വിപണിയും ഏറ്റവും ആൾബലമുള്ള രാജ്യവും ഒക്കെ ആയിട്ട് മാറും. അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഒരു വലിയ ശക്തിയായിട്ട് വീണ്ടും ഇപ്പോൾ ഉള്ളതിനേക്കാളും ആൾബലം കൊണ്ട് നമ്മുടെ ശക്തി പിന്നെയും വർദ്ധിക്കുമെന്ന് കാണാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ ഒരു മാറ്റം. 2, GDP. ബംഗ്ലാദേശിന്റെ GDP എന്ന് പറയുന്നത് 455 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. ബംഗ്ലാദേശ് എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ്. അതായത് ഏഷ്യയിൽ വളരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അവരുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 2650 അമേരിക്കൻ ഡോളറാണ്. ഇന്ത്യയുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 2731 അമേരിക്കൻ ഡോളറും നമ്മുടെ GDP എന്ന് പറയുന്നത് 4.1 ട്രില്യൺ അമേരിക്കൻ ഡോളറുമാണ്. അതായത് ബംഗ്ലാദേശിനേക്കാൾ ആളോഹരി വരുമാനം ഒരല്പം കൂടുതൽ ഇന്ത്യക്കുണ്ട്. എന്നാലും ബംഗ്ലാദേശ് പൂർണ്ണമായും നമുക്ക് ദരിദ്രമാണെന്ന് പറയാൻ പറ്റില്ല. തീരെ മോശമല്ലാത്ത ഒരു ആളോഹരി വരുമാനവും GDPയും ബംഗ്ലാദേശിനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ബാധ്യതയാവുന്നില്ല പാകിസ്ഥാനെ പോലെ. പാകിസ്ഥാൻ ഇന്ത്യയിൽ ലയിക്കുന്നതിനേക്കാൾ കൂടുതൽ ബംഗ്ലാദേശ് ഇന്ത്യയിൽ ലയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്ന് കാണാൻ സാധിക്കും. ഒരുപാട് അഡ്വാൻറ്റേജുകളും ഉണ്ട്. 4.1 ട്രില്യൺ ആണ് ഇന്ത്യയുടെ GDP. ബംഗ്ലാദേശ് കൂടി ഇന്ത്യയിൽ ലയിക്കുകയാണെങ്കിൽ ആ GDPയിലേക്ക് 455 ബില്യൺ അമേരിക്കൻ ഡോളർ കൂടി ആഡ് ചെയ്യപ്പെടും. അതായത് ഇന്ത്യയുടെ GDP 4.5 ട്രില്യന് മുകളിലാകും. അതായത് നിലവിൽ ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ. ജപ്പാന്റെ GDP 4.1 ട്രില്യനും ജർമ്മനിയുടെ GDP 4.45 ട്രില്യനുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ GDP ജപ്പാനും ജർമ്മനിക്കും മുകളിൽ പോയിട്ട് നമ്മൾ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉടനടി മാറും. 2027 മറ്റോ നമ്മൾ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാകുന്നതോടുകൂടി ടോട്ടൽ GDPയിൽ നമ്മൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിലായി 3ാം സ്ഥാനത്തേക്ക് എത്തും. ജപ്പാനെയും ജർമ്മനിയും പിന്നിലാക്കും. മിലിറ്ററി ശക്തിയുടെ കാര്യമെടുത്താൽ ഇന്ത്യ ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയും ബംഗ്ലാദേശ് 37ാമത്തെ സൈനിക ശക്തിയുമാണ്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാകുന്നതോടുകൂടി അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള 1,63,000 പട്ടാളക്കാര് ഇന്ത്യയുടെ പട്ടാളമായിട്ട് മാറും. അവർക്ക് റിസർവില് പട്ടാളമൊന്നുമില്ല. പക്ഷെ പാരാമിലിറ്ററിയിൽ വേൾഡിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ ബംഗ്ലാദേശാണ്. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്ക് അറിയില്ല. ഏകദേശം 68 ലക്ഷമാണ് അവരുടെ പാരാമിലിറ്ററി എന്ന് പറയുന്നത്. 2ാമത് ഇന്ത്യയാണ്. ഇന്ത്യയുടേത് 25.2 ലക്ഷവുമാണ്. അപ്പൊ ഈ 68 ലക്ഷം പാരാമിലിറ്ററി ഫോഴ്സ് കൂടി
ഇന്ത്യയുടെ ഭാഗമാകും. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പാരാമിലിറ്ററി എന്ന് പറയുന്നത് ഏകദേശം 90 ലക്ഷത്തിന് മുകളിലാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള പട്ടാളക്കാരുള്ള രാജ്യങ്ങളിൽ രണ്ടാമത് ഇന്ത്യയാണ്, ഒന്നാമത് ചൈനയാണ്. ഏതാണ്ട് 20 ലക്ഷത്തോളം ഉണ്ട് അവർക്ക്. ഇന്ത്യക്ക് 15 ലക്ഷത്തോളവും ഉണ്ട്. ബംഗ്ലാദേശിന്റെ 1,63,000 പട്ടാളക്കാർ കൂടി ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ഏതാണ്ട് 16-17 ലക്ഷത്തോളം പട്ടാളക്കാരായിട്ട് ഇന്ത്യയുടെ ആക്റ്റീവ് പട്ടാളക്കാരുടെ എണ്ണം വർദ്ധിക്കും. ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ 4ാമത്തെ റാങ്കിലാണ് വേൾഡിലുള്ളത്. 74 ബില്യൺ ആണ്. ബംഗ്ലാദേശിന്റേത് ഏതാണ്ട് 7 ബില്യൺ എന്ന് കണക്കാക്കാം. 6.9 ആണ്, 7 ബില്യൺ എന്ന് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ ഡിഫൻസ് ബഡ്ജറ്റ് ഏകദേശം 81 ബില്യൺ ആയിട്ട് ഇന്ത്യയുടേത് വർദ്ധിക്കും. ബംഗ്ലാദേശിന്റെ കൈവശം 216 എയർക്രാഫ്റ്റുകളുണ്ട്. ഇന്ത്യയുടെ കൈവശം 2296 ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശിന്റെ 216 എയർക്രാഫ്റ്റുകൾ കൂടി ഇന്ത്യക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് നമുക്ക് റാങ്കിങ്ങിൽ വ്യത്യാസം വരില്ല. നമ്മൾ 4th റാങ്കിലാണ് നിലവിലുള്ളത്. ഈ 216 കൂടി കിട്ടിയാലും നമ്മൾ 4th റാങ്കിൽ തന്നെയായിരിക്കും. കാരണം ചൈനയ്ക്ക് 3000-ഓളം എയർക്രാഫ്റ്റുകളാണ് ഉള്ളത്. ഇന്ത്യയുടെ കൈവശം 869 ഹെലികോപ്റ്ററുകൾ ഉണ്ട്. ചൈനയ്ക്ക് 913. ഇന്ത്യ 4th ചൈന 3rd 73 ഹെലികോപ്റ്ററുകളാണ് ബംഗ്ലാദേശിനുള്ളത്. ഇതുകൂടി ഇന്ത്യയുടെ ഭാഗമാകുന്നതോടുകൂടി ഇന്ത്യയുടെ ആകെ ഹെലികോപ്റ്ററുകളുടെ എണ്ണം 942 മറ്റോ ആകും. അതായത് ചൈനയെ മറികടന്നുകൊണ്ട് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിൽ ഇന്ത്യ 3ാമതെത്തും. ബംഗ്ലാദേശിന്റെ കൈവശം ടാങ്കുകൾ വളരെ കുറവാണ്. വെറും 320 ടാങ്കുകളേ ഉള്ളൂ. അത് നമ്മൾ അതുകൊണ്ട് തന്നെ കണക്കാക്കുന്നില്ല. ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് അവർക്ക് 13,100 എണ്ണം ഉണ്ട്. ഇന്ത്യക്ക് ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിലുണ്ട്. ഇന്ത്യ 4th പൊസിഷനിലാണ്. ബംഗ്ലാദേശ് 38ാമത്തെ പൊസിഷനിലുമാണ്. 3ാം സ്ഥാനത്തുള്ള റഷ്യക്ക് 1,61,000 മുകളിൽ ഈ പറയുന്ന ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ 13,100 എണ്ണം കൂടി ഇന്ത്യക്ക് കിട്ടുമ്പോൾ ഇന്ത്യ റഷ്യയെ മറികടന്നിട്ട് 3ാം സ്ഥാനത്തേക്ക്, ടോട്ടൽ ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസിന്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്തേക്ക് എത്തും. നാവിക ശക്തി നോക്കിക്കഴിഞ്ഞാൽ 117 ആണ് ബംഗ്ലാദേശിന്റെ ഫ്ലീറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് 30ാമത്തെ സ്ഥാനത്താണ്. ഇന്ത്യയുടേത് 294 ആണ്. ബംഗ്ലാദേശിന്റെ സ്ട്രെങ്ത് കൂടി ഇന്ത്യക്ക് കിട്ടുന്നതോടുകൂടി ഇന്ത്യ തീർച്ചയായിട്ടും നാവിക രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ 4th അല്ലെങ്കിൽ 3rd പൊസിഷനിൽ ടോട്ടൽ എണ്ണത്തിൽ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ അവരുടെ മിലിറ്ററി, അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ, ഇതെല്ലാം ഇന്ത്യയുടേതായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് സൈനിക ശക്തിയിൽ ഇന്ത്യക്ക് ഒരു നേരിയ ഒരു ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 1,48,460 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഇന്ത്യയുടേതാകട്ടെ ഏകദേശം 32,87,263 കിലോമീറ്റർ സ്ക്വയറുമാണ്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാകുന്നതോടുകൂടി ഇന്ത്യയുടെ വിസ്തൃതി 32,87,000 മുകളിൽ എന്നതിൽ നിന്ന് ഏകദേശം 34 ലക്ഷത്തിന് മുകളിലേക്കായിട്ട് ഉയരും എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിൽ ഒരുപാട് പോർട്ടുകളുണ്ട്. ഇപ്പോൾ ചിറ്റഗോങ് പോർട്ട് അല്ലെങ്കിൽ മോംഗ്ല പോർട്ട്. മോംഗ്ല ഓൾറെഡി ഇന്ത്യക്ക് അതിന്റെ നടത്തിപ്പ് അവകാശം നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഒരുപാട് പോർട്ടുകൾ, 10-ലധികം പോർട്ടുകൾ ബംഗ്ലാദേശിലുണ്ട്. ഈ പോർട്ടുകൾ ഇന്ത്യക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ ഒരു പ്രദേശത്തിന്റെ നിയന്ത്രണങ്ങൾ കൂടി കൈവരുന്നതോടെ വ്യാപാര രംഗത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമുള്ള ഇന്ത്യയുടെ ആധിപത്യം 10 മടങ്ങ് ശക്തമാകും. ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കൂ. ഇന്ത്യയുടെ ബോർഡേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശ്രീലങ്കയുടെ ബോർഡർ കാണാം, ബംഗ്ലാദേശിന്റെ കാണാം, മ്യാൻമാറിന്റെ കാണാം. ഇതിനിടയിൽ ഒരു കാര്യം ഞാനൊന്ന് പറയാം. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നമുക്ക് നൽകുന്ന അഡ്വാൻറ്റേജ് എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചുറ്റിനുമുള്ള നമ്മുടെ കടൽ അതിർത്തിയാണ് ഈ കാണുന്നത്. എത്ര വലിയൊരു പ്രദേശമാണ് നമുക്ക് അത് കാരണം കടൽ അതിർത്തിയായിട്ട് കിട്ടിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ബംഗ്ലാദേശിന്റെ അതിർത്തി അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പ്രദേശങ്ങൾ കൂടി നമ്മുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മ്യാൻമാർ മാത്രമേ പിന്നെ ഇതിന്റെ ഇടയിലുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ പ്രദേശങ്ങളുടെയും നിയന്ത്രണം, ആ ചുറ്റി കാണുന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലായിരിക്കും. 2022 ബംഗ്ലാദേശ് ഏതാണ്ട് 60 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ അടുത്ത് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇന്ത്യ 1 ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് അടുത്ത വർഷങ്ങളിൽ മാറാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ 750 ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. ഒരു വലിയ മാനുഫാക്ചറിംഗ് പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാവുന്നത് തീർച്ചയായും ഗുണം ചെയ്യും. ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. ഏറ്റവും അധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ക്ലോത്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ്. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യയിലും വളരെയധികം വേഗത്തിൽ വളരുന്നുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാകുന്നതോടുകൂടി ഇതിന് കൂടുതൽ കരുത്തേകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അഗ്രികൾച്ചർ, ടെക്നോളജി തുടങ്ങിയ രംഗങ്ങളിലും ബംഗ്ലാദേശ് ഒട്ടും മോശമൊന്നുമല്ല. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ഒരു പ്രത്യേക പുതിയ വിഭാഗം മനുഷ്യരെ നമ്മുടെ ഭാഗമാക്കി മാറ്റുന്നു എന്നൊരു തോന്നലിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ബംഗാൾ നമ്മുടെ ഭാഗമായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലുള്ള ജനങ്ങളുടെ ഏതാണ്ട് അതേ കൾച്ചർ തന്നെയാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കും ഉള്ളത്. അത് തന്നെയാണ് അവരും പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അത്തരം മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ബംഗ്ലാദേശിലെ ജനങ്ങൾക്കും ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും പശ്ചിമ ബംഗാളും ഒന്നും ഒരു പുതുമയുള്ള കാര്യമായിരിക്കില്ല. അവർക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യത്തില്ല. പരസ്പരം യോജിച്ച് സഹകരിച്ചു പോകാനുള്ള അനന്തമായ സാധ്യതകളും ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മനുഷ്യർക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ ചില രാജ്യങ്ങൾക്ക് അത് ഒട്ടും സഹിക്കില്ല. പ്രധാനമായിട്ട് ചൈനയ്ക്കും പാകിസ്ഥാനും. അവരുടെ താല്പര്യങ്ങൾ കേൾക്കുന്ന കനത്ത തിരിച്ചടിയായിരിക്കും അത്. ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ ഉപയോഗിക്കാമെന്ന് വ്യാമോഹിക്കുന്ന പാകിസ്ഥാനും ചൈനയ്ക്കും ഇത് സഹിക്കില്ല. മാത്രമല്ല ബംഗ്ലാദേശിന്റെ മണ്ണിൽ വ്യാപാര താല്പര്യങ്ങൾ ഉള്ള ചൈനയ്ക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ബംഗാൾ ഉൾക്കടലില് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാമെന്നുള്ള ചൈനയുടെ മോഹങ്ങൾക്കും അത് കനത്ത തിരിച്ചടിയായി മാറും. മ്യാൻമാറിൽ മാത്രമായിട്ട് അവരുടെ സ്വപ്നങ്ങൾ ഒതുങ്ങും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ആധിപത്യം കൂടുതൽ ശക്തമാകും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത്. അതായത് നാം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത് ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കൂ. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് കടലുമായിട്ട് ബന്ധമില്ല. ത്രിപുര, മിസോറാം എന്നിങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇവിടെ കൃത്യമായി നമുക്ക് കാണാം. അതിന് തൊട്ടടുത്തായിട്ടാണ് ചിറ്റഗോങ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചിറ്റഗോങ് ആണ് ശരിക്കും നേരിട്ട് കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ത്രിപുര, മിസോറാം പോലെയുള്ള നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഈ നേരിട്ട് നമ്മുടെ ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തിയില്ല. പകരം ബംഗ്ലാദേശ് അതിനിടയിൽ വരികയാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാകുന്നതോടുകൂടി ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള മേഖലകൾ ഇന്ത്യയുടെ ഭാഗമാവുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കടൽ മാർഗം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് തുറക്കുന്ന ഒരു പുതിയ വ്യാപാര പാത ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് അനായാസം ഈ ത്രിപുര, മിസോറാം ഉൾപ്പെടെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ കടൽ കാണണമെങ്കിൽ എവിടെ വരണമെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ അതിർത്തി എവിടെയാണ് കിടക്കുന്നത്? വെസ്റ്റ് ബംഗാൾ, കൊൽക്കട്ട വരെ അവർ വരേണ്ടി വരും. ബംഗ്ലാദേശിനെ ചുറ്റി കൊൽക്കട്ടയിൽ വരണം. ഇന്ത്യൻ അതിർത്തിയിലൂടെ കടലിലേക്ക് വരണം. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാവുന്നതോടെ ത്രിപുരയിൽ നിന്നും മിസോറാമിൽ നിന്നും നേരിട്ട് ചിറ്റഗോങ്ങിലേക്ക് എത്തി ബംഗാൾ ഉൾക്കടലിലേക്ക് വരാൻ സാധിക്കുമെന്നത് ഈ ഭാഗത്തെ വികസനത്തിനും വ്യാപാരത്തിനും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ സിലിഗുരി വഴിയാണ് പോകേണ്ടത്. അതായത് ഇന്ത്യക്കും നേപ്പാളിനും ബംഗ്ലാദേശിനും ഇടയിലുള്ള ഒരു 17 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയൊരു ഇടനാഴിയാണ്. ശരിക്കും ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാവുന്നതോടുകൂടി നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ദൃഢമാവുകയും ഇന്ത്യ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഈ ചെറിയൊരു പ്രദേശം എന്നതിൽ നിന്ന് വിശാലമായൊരു ഇന്ത്യയായിട്ട് അതങ്ങ് മാറുകയും ചെയ്യും. അത് വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ രണ്ട് പ്രദേശങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും വികസ്വര രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾറെഡി പല പ്രശ്നങ്ങളുമുണ്ട്. അതായത് സാമ്പത്തികമായിട്ടുള്ള അസമത്വം, തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചാൽ അതിജീവിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ബംഗാളിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ ബീഹാറിനേക്കാളും കുറച്ച് ജനസംഖ്യ കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് അത്രമാത്രമേ ഉണ്ടാകൂ ബംഗ്ലാദേശ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിന്റെ മറ്റൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഏകദേശം 24-25 കോടി ജനസംഖ്യയുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഉത്തർപ്രദേശിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഒരു 1100 അമേരിക്കൻ ഡോളറാണ്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഏതാണ്ട് 600 ഇതിനിടയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1100 ആയിട്ട് മാറിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഗ്രാജുവലി ഗ്രോ ചെയ്യുന്നുണ്ട്. അവരുടെ ടോട്ടൽ GDPയിൽ കാര്യമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടുള്ളതായും കാണാൻ സാധിക്കും. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന GDP ഉള്ള 5 സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിനേക്കാൾ ജനസംഖ്യ കുറവുള്ള എന്നാൽ ഉത്തർപ്രദേശിനേക്കാൾ GDP കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഇന്ത്യയുടെ ഭാഗമായി മാറുന്ന ബംഗ്ലാദേശ് ഒരു സ്റ്റേറ്റായി തുടരുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന GDP ഉള്ള സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം ബംഗ്ലാദേശിനായിരിക്കും. 510 ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിലുള്ള മഹാരാഷ്ട്ര ഒന്നാമതും 450 ബില്യൺ അമേരിക്കൻ ഡോളർ GDP ഉള്ള ബംഗ്ലാദേശ് രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന GDP ഉള്ള സ്റ്റേറ്റുമായിരിക്കും. 3, 4, 5 സ്ഥാനങ്ങളിൽ യഥാക്രമം തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിനേക്കാളും വളരെയധികം GDP കൂടുതലുള്ള, പെർ ക്യാപിറ്റയും കൂടുതലുള്ള, ഏതാണ്ട് ഉത്തർപ്രദേശിന്റെ ഡബിള് പെർ ക്യാപിറ്റ ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടായിരിക്കും ബംഗ്ലാദേശ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുമ്പോൾ വലിയ നഷ്ടം ഉണ്ടായി എന്ന് പറയാനായിട്ട് പറ്റുകയില്ല.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കത് നേട്ടമേ ഉണ്ടാക്കൂ, വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ. ആഗോള തലത്തിൽ ഇന്ത്യയുടെ സ്ട്രെങ്ത് വർദ്ധിക്കുകയും ചെയ്യും. പിന്നെ ലാംഗ്വേജ് പോലുള്ള കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇത് ഉണ്ടാക്കില്ല. നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഒരുപാട് അവിടെയുമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി അവിടെ കുറേയൊക്കെ ഡെവലപ്ഡ് ആണ്. ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ആ നിലയ്ക്കുള്ള ഡെവലപ്മെന്റ്സ് സ്വാഭാവികമായിട്ടുണ്ടാകും. നേരത്തെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഗതാഗത സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം, ട്രെയിൻ വരെ ഉണ്ട്, വിമാനം മാത്രമൊന്നുമല്ല, ട്രെയിൻ ഉൾപ്പെടെ ഓടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് കരമാർഗവും ആകാശമാർഗവും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗത സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വരില്ല. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് മെജോറിറ്റി ഹിന്ദുക്കളുള്ള ഒരു രാജ്യവും ബംഗ്ലാദേശ് മെജോറിറ്റി മുസ്ലിങ്ങളുള്ള ഒരു രാജ്യവുമാണ്. സ്വാഭാവികമായിട്ടും മതപരമായ പ്രശ്നങ്ങളായിരിക്കും ഇവിടെ ഏറ്റവും വലിയ വിലങ്ങുതടി. ഒരു ഇസ്ലാമിക രാഷ്ട്രമായി നിൽക്കുന്ന ബംഗ്ലാദേശ് ഇനിയിപ്പോൾ മെജോറിറ്റി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഒരു വിഭാഗം പേര് ഒരിക്കലും അതിനോട് യോജിക്കില്ല. ഇപ്പോൾ ഒരു ആളുകളുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ ഒരു ലയനം ഉണ്ടാകുന്നതെന്ന് സാങ്കല്പികമായി ചിന്തിക്കുക. ഒരു 70% പേര് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാമെന്ന് പറയുകയും 30% പേര് എതിർക്കുകയും ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ഈ 30% എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഈ 30% ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം നമുക്ക് അതിനേ സമയമുണ്ടാകൂ. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് സമയമുണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വളരെ ശക്തമായ വിഘടനവാദം ഉണ്ടാകും, അതോടൊപ്പം തന്നെ തീവ്രവാദം ഉണ്ടാകും, ഭീകരവാദം ഉണ്ടാകും, ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. വലിയ ജനസംഖ്യയാണ്. ഇപ്പൊ 16 കോടിയുടെ 30% എന്ന് പറയുമ്പോൾ ഒട്ടും മോശമായിരിക്കില്ല. 16 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ തന്നെ 1,60,00,000 പേരുണ്ട്. അപ്പോൾ 16 കോടിയുടെ 30% എന്ന് പറയുന്നത് പോലും വലിയ ഒരു സംഖ്യയാണ്. അപ്പോൾ അത്രയും ജനങ്ങൾ എതിര് നിന്നാൽ പോലും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. രണ്ടാമത്, ഈ മതവും മതവിശ്വാസങ്ങളും ഒക്കെ ഇന്നീ കാണുന്ന നിലയിൽ ഉള്ളിടത്തോളം കാലം ഒരു ലയനം സംഭവിച്ചാൽ അത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകൂ. മതമില്ലാത്തൊരു കാലം, അല്ലെങ്കിൽ മതത്തിന് പ്രാധാന്യമില്ലാത്ത കാലം, മതം എന്തെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യർക്കും രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന, സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം വന്നാൽ അത്തരം ഒന്നിച്ചു ചേരലുകളൊക്കെ ഗുണം ചെയ്യും. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സിനെ ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതാക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാവാനിടയുള്ള മതപരമായ ഭിന്നതകൾ, മനുഷ്യർക്കിടയിലുള്ള മതപരമായ അതിർവരമ്പുകൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹിന്ദു എന്നും മുസ്ലിം എന്നും ഒക്കെ ഉള്ള മനുഷ്യരുടെ മനസ്സിലെ ആ വേർതിരിവ് മാറി അതിനും അപ്പുറം മനുഷ്യരാണ് നമ്മളെല്ലാം ഒന്നെന്നും മതം നമുക്കൊരു പ്രശ്നമേ അല്ല എന്നും നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലത്ത് മാത്രമേ ഇത്തരം ലയനങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാകൂ. അല്ലാത്തടത്തോളം കാലം അത് വലിയ പ്രതിസന്ധികളിലേക്ക് തന്നെ പോവുകയുള്ളൂ. ഒരു ചെറിയ കോമഡി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചിലർക്കത് ട്രാജഡിയായി തോന്നാം. അതായത്, മനുഷ്യ നന്മയ്ക്കാണ് മതമുണ്ടായത് എന്നാണ് വെപ്പ്. പക്ഷെ മനുഷ്യർ ഒന്നിക്കുന്നതിലുള്ള ഏറ്റവും വലിയ വിലങ്ങുതടിയാണ് മതമെന്നാണ് ഈ വീഡിയോയുടെ അവസാനം പോലും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ ഒന്നിക്കുന്നതിന് ഏക തടസ്സം മതമായിരുന്നു. ഈ രാജ്യങ്ങൾ ഭിന്നിച്ചു പോകുന്നതിന്, വിഭജിക്കുന്നതിന് ഏക കാരണം മതമായിരുന്നു. അപ്പോൾ ഇതിലെവിടെയാണ് മനുഷ്യന്റെ നന്മ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഈ ലോകത്തുണ്ടായ മതങ്ങളൊക്കെ മനുഷ്യനെ നന്നാക്കാനുണ്ടായതാണോ നശിപ്പിക്കാനുണ്ടായതാണോ എന്നും അറിയില്ല. ഒരു മതത്തെയായിട്ട് പറയാൻ പറ്റില്ല. സകലത്തിൻ്റെയും കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നന്നാക്കാനാണോ നശിപ്പിക്കാനാണോ ഇതൊക്കെ ഉണ്ടായതെന്നത് ഒരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹത്തിനും സാഹോദര്യത്തിനും സൗഹൃദത്തിനും ഒക്കെ ഒരു വലിയ വിലങ്ങ് തടിയായിട്ട് ചൈനയുടെ വൻമതിൽ പോലെ നിൽക്കുന്നതാണ് മതങ്ങളെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒന്നിക്കാൻ, ഞാനൊരു സാങ്കല്പികമായിട്ട് പോലും പറയുകയാണെങ്കിൽ ഒന്നിക്കാൻ, ഇന്ത്യക്കും പാകിസ്ഥാനും ഒന്നിക്കാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ചാൽ മതം എന്നതല്ലാതെ മറ്റെന്തെങ്കിലും തടസ്സം നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.